ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ നിത്യ തലവേദനയായ ഒരു സാധനമാണ് കിച്ചൺ വേസ്റ്റ്. കിച്ചൺ വേസ്റ്റ് ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. കിച്ചൺ വേസ്റ്റ് നമ്മുടെ വീടിന്റെ പറമ്പിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇട്ടാൽ അവിടെ തൊരപ്പൻ, അതുപോലെ പട്ടികൾ അതൊക്കെ വന്ന് നമ്മുടെ വീട്ടിലത് ഭക്ഷിക്കാൻ വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ തൊരപ്പന്റെ ഒക്കെ കുഴികളും ഇതൊക്കെ ഒരുപാടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് കാണാൻ പറയണത്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തുട്ടൊക്കെ നോക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയണത് 2 ബക്കറ്റ് വേണം. ഇതിപ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് കിട്ടിയതിൻ്റെ പേരിൽ ഈ 2 AdBlueൻ്റെ 2 ബക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 2 ബക്കറ്റ് വേണം. അതിന് 2ൻ്റെയും ക്യാപ്പ് നമുക്ക് അഴിക്കണം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഞാൻ ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. മറ്റതിൻ്റെത് എങ്ങനെയാണ് അഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ചെയ്യണം. പിന്നെ ഈ ബക്കറ്റ് നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു മാക്സിമം ഒരു 50 രൂപ 60 രൂപ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് കിട്ടും. അപ്പോൾ 2 ബക്കറ്റ് നമുക്ക് ആവശ്യമായി. പിന്നെ അതിൻ്റെ ഉള്ളിലിടാൻ നമുക്കൊരു നെറ്റ് വേണം. ഈ നെറ്റൊക്കെ ഇടേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഇനോക്കുലം എന്ന് പറയുന്ന ഒരു ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ചകിരിച്ചോറിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയതിൻ്റെ പേരിൽ ഇത് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പെട്ടെന്ന് അലിയിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന 2 MCL വേണം. പിന്നെ അതിൻ്റെ കൂടെ അത് ബക്കറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള കത്തി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു സ്ലറി രൂപേണ നമുക്ക് ഇതിൽ നിന്ന് ദ്രാവകം വരും പുറത്തേക്ക്. അതെടുക്കാനായിട്ട് നമുക്ക് ഒരു ടാപ്പ് വേണം. ഇതൊക്കെ ഞാൻ പട്ടാളത്തിൽ നിന്ന് എടുത്തതാണ്, സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത് വേണം. അപ്പോൾ ഈ പൈപ്പ് ഞാൻ വെച്ചേക്കണത് അത് പുറത്തുനിന്ന് നമുക്കൊരു കപ്പിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് എടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സാധാരണ വീട്ടിലെ പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പ് വെച്ചാലും മതി. പിന്നെ നമുക്ക് ആ നെറ്റ് ഉള്ളിൽ വെച്ചിട്ട് ആ നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഇടുമ്പോൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഈ നെറ്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റിങ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിയായി, MCLായി, ടാപ്പായി, പിന്നെ നമുക്ക് അതിനുള്ള റിങ്ങായി, പിന്നെ ഇനോക്കുലം എന്ന നമ്മളെ ചകിരിച്ചോറായി, പിന്നെ നെറ്റായി, പിന്നെ നമുക്ക് 2 ബക്കറ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമ്മളെ ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ബക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഹോളുകൾ ഇടണം. ഈ ഹോളുകൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വേസ്റ്റ് ചെയ്ത് വരുന്ന വെള്ളം, ആ വെള്ളം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ഹോളുകൾ ഹോള് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മ ഇതിന് ഹോളിട്ട് കഴിഞ്ഞിട്ടാ, ഹോള് കാണാം. ഇതേപോലെ ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞ് ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി, വലിയ ഹോളൊന്നും ഇടരുത്. ഇനി അടുത്ത ബക്കറ്റ് എടുക്കണം. അടുത്ത ബക്കറ്റിൽ ഇത് ഫുള്ള് ടൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ അടപ്പൻ ഫുള്ള് ടൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഈ റിങ് വെച്ച് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡ് എടുത്തത് കേട്ടോ. അപ്പൊ ഒരു ബക്കറ്റ് ഓൾറെഡി ഇത്രയും ഹോൾ ഇട്ടിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ അടപ്പൻ സൈഡൊക്കെ നല്ല ഇതുള്ള ബക്കറ്റ് എടുത്തിട്ട് ഇത് ഇതേപോലെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയായി. ഇനി ഇതിനൊരു ടാപ്പ് പിടിപ്പിക്കണം. ഇവിടുന്ന് നമ്മളെ ഈ കിച്ചൺ വേസ്റ്റ് ചെയ്ത് വരുന്ന വെള്ളം നമുക്കിത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഹോൾ ഇത് ഇടണം. ടാപ്പ് വെക്കണം. അതിന് ടാപ്പ് വെക്കാനായിട്ട് ഒരു ഹോൾ ഇടണം കേട്ടോ. അപ്പൊ MCL നമുക്കിത് മുഴുവനും ആയിട്ട് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 60 രൂപയാണ് 2 പാക്കറ്റ് കേട്ടാ, 200 ഗ്രാം. അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യണം കണ്ട. ഈ പൈപ്പ് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിനുള്ളിൽ നിന്ന് നമ്മളുടെ ഈ വളം ലീക്കായി പോരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിനുള്ളിൽ MCL ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ MC ഒട്ടിച്ചിട്ടുണ്ട്, പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതേപോലെ ഹോളിട്ട ബക്കറ്റ് നമ്മ ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. ഇത്ര ഇറക്കി വെക്കുക. ഇത്ര ഇറക്കി വെച്ചതിന് ശേഷം നമ്മ മിക്സ് ചെയ്ത് വെച്ചേക്കണ MC ഇപ്പൊ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. നമ്മ ഇതേപോലെ ഇതിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇത് MC ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സൈഡില് MC ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഗ്യാപ്പില് വേണം ഈ ബക്കറ്റ് വെച്ചിട്ട് MC ഒട്ടിക്കാൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് കിച്ചൺ വേസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ കൂടി ഈ ഹോളിൽ കൂടി ഓർന്ന് നമ്മ ഒരു അരിപ്പ വെച്ച് കൊടുത്ത ആ അരിപ്പയിൽ കൂടി അരിച്ച് ഇതിൻ്റെ അടിയിൽ പോയിട്ട് ആ വെള്ളം നിറയുമ്പോൾ നമുക്ക് ഈ ടാപ്പ് വഴി ഓപ്പൺ ആക്കിയിട്ട് വെള്ളം എടുക്കണ ഒരു സമ്പ്രദായം നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. ഇതിൻ്റെ കറക്റ്റ് ലെവലിൽ ഒരു നെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുണ്ടായ നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് നമ്മ ഈ നെറ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണ്ട റിങ്. അപ്പോൾ നമ്മളെ ഇതിനുള്ളിൽ നെറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ 2 ബക്കറ്റിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് MC-ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നെറ്റിടാൻ പറഞ്ഞില്ല. ഈ നെറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഹോളിൽ കൂടി പുറത്തേക്ക് ഉള്ളിലോട്ട് പോയി നമ്മളുടെ അതിൽ പോയി അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇട്ടേക്കണത് കേട്ടോ. ഈ നെറ്റിന് ഈ റിങ് ഇട്ടേക്കണത് ഈ നെറ്റൊന്ന് കറക്റ്റ് സൂട്ടാവാൻ വേണ്ടിയിട്ടാണ്. വിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിങ് ഇട്ടേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ടാപ്പ് വെച്ചിട്ടുണ്ട്. ആ ടാപ്പിനെ MC-ലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നല്ലവണ്ണം ഒന്ന് ഉണങ്ങണം. അപ്പോൾ അതൊരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡബിൾ ബക്കറ്റ് കമ്പോസ്റ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടാണ്. ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇതിൻ്റെ ഫിറ്റിങ്സ് പരിപാടി. ഇത്ര നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് വേസ്റ്റ് സെലറി നമുക്കിത് സംഭരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ സെലറി സൂക്ഷിക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിരിക്കണത്. ബക്കറ്റിൻ്റെ ഇത്രയും ഭാഗം വെച്ച് പിടിച്ചിട്ട് ഇത്രയും ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഡബിൾ ബക്കറ്റിൻ്റെ പരിപാടി ഇതാ. ഇതേപോലെയാണ് നമ്മളത് പിടിപ്പിച്ചേക്കണത്. ഇതേപോലെ ഇത് അയച്ചെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കമ്പോസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്കിത് മാറ്റി ഉപയോഗിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഡബിൾ ബക്കറ്റ് ആക്കിയേക്കണത്. ഇതിൽ നമ്മളുടെ ഈ വേസ്റ്റിൻ്റെ സ്ലറി അടിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളെ കിച്ചൺ വേസ്റ്റൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉണക്കലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി ഇടണം. അടുത്തത് ഇത് ചാണകപ്പൊടിയാണ്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ചാണകപ്പൊടി ഇടണം കേട്ടോ. ഈ ചാണകപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം നന്നായി വലിച്ചെടുക്കുകയും ചെയ്യും. നമ്മളെ ഈ കമ്പോസ്റ്റിൻ്റെ ഗുണം കൂട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാണകപ്പൊടിയും കൂടി ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ചാണകപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കോഴിക്കാട്ടം, ആട്ടുംകാട്ടം അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മളിനകത്ത് ഇടുന്നുണ്ടോ. പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ വേസ്റ്റായ ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിലെ എല്ലാ വേസ്റ്റും നമുക്ക് ഇതിലിടാം. മീനിൻ്റെ വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ സെൻറ്ററിൽ ഈ പോർഷനിലായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അലിയാനും ഇതൊക്കെ ആയിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ ഇട്ടാൽ അത് പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുള്ളൂ കേട്ടോ. ഇതിന് നമ്മളെ ഇനോക്കുലം, ഇത് ബാക്ടീരിയ അടങ്ങിയ ചകിരിച്ചോറാണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫുഡ് ഈ കമ്പോസ്റ്റിൻ്റെ ഒക്കെ പ്രവർത്തനം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനോക്കുലം ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡെയിലി നമ്മുടെ വരുന്ന ഈ വേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇനോക്കുലം കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക.
ഓരോ ദിവസം വരുന്ന നമ്മുടെ വേസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇന്നത്തെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. ഒരു 2-3 പിടി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചു വെക്കുക. കറക്റ്റായിട്ട് അടച്ചു വെക്കണം കേട്ടോ. തണലത്ത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിന് വെയിലൊന്നും അധികം കൊള്ളാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ഈ സ്ലറി പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടാ. പിന്നെ ഒരു 20 ദിവസം 25 ദിവസം കൊണ്ട് നമുക്കിത് ബയോ കമ്പോസ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ശരിയായിട്ടുണ്ട്. അപ്പം ഇനി നമ്മത് ഭദ്രമായിട്ട് ഇത് അടച്ചു വെക്കുക കേട്ടോ. ഇത് അടച്ചു വെച്ച് ഇനി നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 2 ആഴ്ച ആയിട്ടാ നമ്മളാ അന്ന് നമ്മൾ സെറ്റ് ചെയ്ത കമ്പോസ്റ്റ് 2 ആഴ്ചയായി നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ആണോ ഈ കാണാൻ അവസ്ഥ. സ്മെല്ലൊന്നുമില്ല കേട്ടോ, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മാസമാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം പറയണത് ഇത് കമ്പോസ്റ്റായി മാറാനായിട്ട്. നമ്മളിപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ ഈ അടുത്ത സെക്ഷൻ ഇടുന്നുണ്ടോ എന്താ വേസ്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്ന് പുതിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലറി എന്തോരം വന്നിട്ടുണ്ട് നോക്കട്ടെ നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇട്ടിട്ട്. അപ്പോൾ അതിനുള്ള സ്ലറി നമുക്ക് വന്നിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ലറിയിൽ 2 ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നേരെ ചെടികൾക്കൊന്നും ഒഴിച്ച് കൊടുക്കരുത്, ചെടികളൊക്കെ ഡാമേജ് ആവും. ഇത് നമ്മൾ 2 ഇരട്ടി വെള്ളം ഒഴിക്കണം. അതിൽ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് അതിനെ ഈ പരുവാക്കി എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ ആ കളർ മാറിയിട്ടില്ല. നമ്മളെ പ്ലാന്റ്സിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്കതിൽ വെള്ളത്തിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പം ചെറിയ ചെടികളൊക്കെ ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നല്ലോണം ഡൈല്യൂട്ട് ചെയ്യണം. ഇത്തിരി വലുതിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്താൽ മതി എടാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വളങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ജൈവവളം ഉണ്ടാക്കാൻ സാധിക്കും.